നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ എന്ത് വില കൊടുത്തും UDF-ലെത്തിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങളുമായി മുന്നേറുകയാണ് കോൺഗ്രസ് UDF നേതൃത്വം. PK കുഞ്ഞാലിക്കുട്ടിയെ വരെ രംഗത്തിറക്കി തിരുവമ്പാടി സീറ്റ് ജോസ് കെ മാണിക്ക് ഓഫർ ചെയ്തുകൊണ്ടാണ് ഇപ്പോഴുള്ള പുതിയ നീക്കം നടക്കുന്നത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് VD സതീശനും മുസ്ലിം ലീഗ് നേതൃത്വവുമായി ഇക്കാര്യം ചർച്ച ചെയ്തു. ലീഗ് നേതൃത്വവുമായി ജോസ് കെ മാണിക്കുള്ള അടുപ്പം പരിഗണിച്ചാണ് PK കുഞ്ഞാലിക്കുട്ടിയെ മധ്യസ്ഥനാക്കി തിരുവമ്പാടി സീറ്റ് ഓഫർ ചെയ്തുകൊണ്ട് ജോസ് കെ മാണിയെ UDF-ലെത്തിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ഊർജിതമായത്. ഇന്ന് കോട്ടയത്ത് നടന്ന പത്രസമ്മേളനത്തിൽ വരും ദിനങ്ങളിൽ വിസ്മയകരമായ വാർത്തകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ UDF-ന്റെ അടിത്തറ വിപുലപ്പെടുത്തുന്ന കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും വരുന്ന ഒരു വർഷത്തിനുള്ളിൽ UDF-ന്റെ അടിത്തറ കുറെ കൂടി വിപുലമാകുമെന്നും അതിൻ്റെ രാഷ്ട്രീയ ചക്രവാളങ്ങൾ വീണ്ടും വികസിക്കുമെന്നുമാണ് VD സതീശൻ ഇന്ന് കോട്ടയത്ത് പറഞ്ഞത്. അദ്ദേഹം കോട്ടയത്ത് വെച്ച് തന്നെ അത് പറഞ്ഞതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. കേരള കോൺഗ്രസുകളുടെ ഈറ്റില്ലമാണ് കോട്ടയം. കേരള കോൺഗ്രസുകൾ ഒരുമിപ്പിച്ച്, അല്ലെങ്കിൽ ജോസഫിൻ്റെയും മാണിയുടെയും കേരള കോൺഗ്രസുകളെ ഒരുമിപ്പിച്ച് കോൺഗ്രസിൽ കൊണ്ടുവരാനുള്ള നീക്കമാണ്, അല്ലെങ്കിൽ UDF-ൽ കൊണ്ടുവരാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ജോസഫ് ഗ്രൂപ്പിന്റെ നേതാക്കളുമായി ഇക്കാര്യം നേരത്തെ തന്നെ കോൺഗ്രസ് നേതാക്കൾ ചർച്ച ചെയ്തിരുന്നു. മോൻസ് ജോസഫും PJ ജോസഫും ഇതിന് അനുകൂലമായി പ്രതികരിച്ചതോടെയാണ് PK കുഞ്ഞാലിക്കുട്ടിയുമായി KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ബന്ധപ്പെട്ടത്. PK കുഞ്ഞാലിക്കുട്ടിയും ലീഗ് നേതൃത്വവുമായി ജോസ് കെ മാണിക്ക്, അല്ലെങ്കിൽ KM മാണിയുടെ കുടുംബത്തിന് തന്നെ നല്ല അടുത്ത ബന്ധമുണ്ട്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജോസ് കെ മാണിയെ UDF-ലെത്തിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ജോസ് കെ മാണിയെ UDF-ൽ എത്തിക്കുക മാത്രമല്ല, അദ്ദേഹത്തിന് വിജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരു സീറ്റ് നൽകാൻ കൂടി UDF സന്നദ്ധമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന തിരുവമ്പാടി സീറ്റ്, കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി സീറ്റ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്, ജോസ് കെ മാണി മത്സരിക്കുകയാണെങ്കിൽ മാണി ഗ്രൂപ്പിന് നൽകാമെന്ന് മുസ്ലിം ലീഗ് സമ്മതിച്ചിട്ടുമുണ്ട്. അങ്ങനെ വന്നാൽ തിരുവമ്പാടിയിൽ നിന്നും ജോസ് കെ മാണിക്ക് വിജയിക്കാൻ കഴിയും, അദ്ദേഹത്തിന് UDF മന്ത്രിസഭയിൽ എത്താനും കഴിയും. ഈ ഒരു ഫോർമുലയുമായാണ് ഈ ചർച്ചകൾ മുന്നോട്ട് പോകുന്നതെന്നാണ് UDF കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. സണ്ണി ജോസഫ് KPCC അധ്യക്ഷനായ ശേഷം പ്രമുഖ കത്തോലിക്ക മതമേലധ്യക്ഷന്മാരെയെല്ലാം അദ്ദേഹം വ്യക്തിപരമായി കാണുകയും ഫോണിൽ വിളിക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. കത്തോലിക്ക സഭ മേലധ്യക്ഷന്മാരെല്ലാവരും ജോസ് കെ മാണി LDF വിട്ട് ഇറങ്ങണമെന്ന ആശയക്കാരാണ്. ഇനി LDF-ൽ അല്ലെങ്കിൽ ഇടതുമുന്നണിയിൽ നിന്നിട്ട് കാര്യമില്ലെന്നും അവിടെ പിണറായി വിജയന്റെ വൺ മാൻ ഷോ മാത്രമേ ഉള്ളൂവെന്നും ഉത്തര മലബാറിന്റെ, അല്ലെങ്കിൽ വടക്കൻ കേരളത്തിന്റെ രാഷ്ട്രീയം മാത്രമാണ് CPM-ന്റെ രാഷ്ട്രീയമെന്നും അവർ മധ്യതെക്കൻ കേരളത്തെ അത്ര വിലവെക്കുന്നില്ലെന്നും സഭയുടെയും ക്രൈസ്തവരുടെയും രാഷ്ട്രീയം മധ്യ കേരളത്തിലാണ് എന്നതുകൊണ്ട് UDF-നൊപ്പം നിൽക്കുന്നതാണ് കൂടുതൽ അഭികാമ്യമെന്നുമാണ് കത്തോലിക്ക സഭ രൂപത അധ്യക്ഷന്മാർ വിശ്വസിക്കുന്നത്. അവർ ഈ ആശയമെല്ലാം കോൺഗ്രസ് നേതൃത്വവുമായി പങ്കുവെക്കുകയും ചെയ്തു. ഏതായാലും ജോസ് കെ മാണിയെ UDF-ലെത്തിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ് വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ മാണി ഗ്രൂപ്പിനെ LDF-ൽ നിന്ന് ഇറക്കണമെന്നാണ് UDF നേതാക്കളുടെ വാശി. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ മാണി ഗ്രൂപ്പിന്റെ മന്ത്രിയായ റോഷി അഗസ്റ്റിൻ ഒരു കാരണവശാലും UDF-ലേക്ക് ഇല്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പിളരും, റോഷി അഗസ്റ്റിന്റെ ഗ്രൂപ്പ് LDF തന്നെ തുടരും. അങ്ങനെ ഉണ്ടായാലും തിരക്കേടില്ല. ജോസ് കെ മാണിയെ UDF-ൽ എത്തിക്കുക എന്നത് അത്യന്താവശ്യമാണെന്നും അത്യന്താപേക്ഷിതമാണെന്നും, എങ്കിൽ മാത്രമേ UDF-ന് കെട്ടുറപ്പോടെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുകയുള്ളൂന്നുമാണ് UDF നേതാക്കളും കോൺഗ്രസ് നേതാക്കളും കരുതുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിനെ, അല്ലെങ്കിൽ PK കുഞ്ഞാലിക്കുട്ടിയെ മധ്യസ്ഥനാക്കിക്കൊണ്ട് ജോസ് കെ മാണിയെ UDF-ൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ കത്തോലിക്ക സഭ മേലധ്യക്ഷന്മാരുടെ ആശീർവാദത്തോടെ UDF ഊർജിതമാക്കിയിരിക്കുകയാണ്. അത് ഭംഗ്യന്തരേണ വ്യക്തമാക്കുകയായിരുന്നു കോട്ടയത്തെ പത്രസമ്മേളനത്തിനോട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ.